പോയി. ടച്ചിങ് ഒക്കെ നടക്കുന്ന സമയത്ത് രേണു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഉമ്മർത്ത് ചവിട്ടിയില്ല, ബാക്കിൽ ചവിട്ടിയില്ല, നിങ്ങളെന്താ ചവിട്ടിയൊന്നും കൊണ്ടുവന്ന് തരില്ല എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ സഹകരിച്ച എല്ലാ ആൾക്കാരും തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ പൊതുവെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും രേണുവിനെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു സ്ത്രീനെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ പിന്തുണ കൊടുത്തിരുന്നത്. അവിടെ രേണുവിൻ്റെ 2 മക്കളും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ താമസിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ഈ വീട് ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഫ്രീ കിട്ടിയ ഒരു സാധനമല്ല, അല്ലെങ്കിൽ സൗജന്യമായിട്ടൊരു കിട്ടിയ സാധനമല്ല, അത് ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. സ്വന്തമായിട്ടൊരു നല്ലൊരു വീടുണ്ടായിട്ട് അവിടെ സ്വാതന്ത്ര്യത്തോടുകൂടെ കിച്ചുവിടെ ഒറ്റപ്പെട്ട, കിച്ചു മീൻസ് ലൈക്ക് കിച്ചു ആസ് എ സ്ട്രേഞ്ചറാണ് അവിടെ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. എനിക്കൊണ്ട് കിച്ചു അറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ വീടിൻ്റെ ഒരു അവസ്ഥ നാട്ടുകാർ കാണണം എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തിട്ടുണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇടും, വീട് കേട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടിടും. ഒരുമാതിരി ഭീഷണിപ്പെടുന്നത് പോലെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇട്ടോ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾ ചെയ്തു. പക്ഷേ ഇടുമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇടുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ, ഒട്ടും